അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ആദരണീയരായ നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ യുവജന വിഭാഗമായ ISM സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ഒരു കാമ്പയിനിൻ്റെ പ്രചാരണോദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവ മൂല്യങ്ങളുടെ നേർസാക്ഷ്യം എന്ന ഏറെ കാലിക പ്രസക്തമായ ഒരു വിഷയത്തിലാണ് അടുത്ത മാസങ്ങളിൽ കേരളത്തിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മഹാനായ പ്രവാചകൻ്റെ ധവളിമയാർന്ന വ്യക്തിത്വം ജീവിതത്തിലൂടെ പ്രസരിപ്പിക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ. ആ പ്രോജ്വല വ്യക്തിത്വത്തെ ജീവിതത്തിൽ അടയാളപ്പെടുത്തുക എന്ന മഹാദൗത്യം നിർവഹിക്കേണ്ട മുസ്ലിങ്ങൾ അതെത്രമേൽ ഗൗരവത്തോടുകൂടി എടുക്കുന്നുണ്ട് എന്ന ചോദ്യമാണ് ഞാനും നിങ്ങളുമൊക്കെ ഇത്തരം ചർച്ചാ സന്ദർഭങ്ങളിൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ടത്. ഒരു ഭാഗത്ത് പ്രവാചകനെ വ്യക്തിഹത്യ നടത്താനും അതുവഴി ഇസ്ലാമിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ തന്നെ തകർക്കാനും ആവുന്നത്ര പണിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചക ജീവിതം സുതാര്യമാണെന്നും മാനവ ജീവിതത്തിൻ്റെ സർവ്വതലങ്ങളെയും സ്പർശിക്കുന്ന മൂല്യങ്ങളാണ് പ്രവാചകൻ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുള്ളതെന്നും പറഞ്ഞുകൊടുക്കേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കുമൊക്കെയുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകത, പ്രവാചകനോടൊപ്പം സഹവസിച്ചവർക്കെല്ലാം സന്തോഷവും സമാധാനവും നൽകുന്ന സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. എനിക്കും നിങ്ങൾക്കും അങ്ങനെ സാധിക്കുന്നുണ്ടോ എന്ന ഒരു ചോദ്യം കൂടി ഇവിടെ ഉയർന്നു വരികയാണ്. നമ്മൾ നേതാക്കളാണ്, പ്രവർത്തകരാണ്, കുടുംബനാഥനാണ്, സമൂഹത്തിൽ ഒട്ടേറെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നവരാണ്. ഈ സമൂഹത്തിൽ ഇടപെട്ട് ജീവിക്കുമ്പോൾ നമ്മോട് സഹവസിക്കുന്നവർക്ക് പ്രചോദനം നൽകാൻ, പോസിറ്റീവ് എനർജി നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പ്രവാചക ജീവിതത്തെ ആഴത്തിൽ വിശകലന വിധേയമാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനം വരെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കുമുള്ള മഹിത മാതൃകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. അല്ലാഹുവിൻ്റെ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന, അന്ത്യനാളിലും വിശ്വസിക്കുന്ന, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന എല്ലാവർക്കും അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ വലിയ മാതൃകയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ ജീവിതത്തിൽ 100% മാതൃകയുണ്ട്. മഹാനായ പ്രവാചകന്റെ 23 വർഷക്കാലത്തെ ജീവിതം നമ്മൾ ഒന്ന് വിശകലന വിധേയമാക്കി നോക്കുക. അത്ഭുതം കണക്കെ അത് ഭദ്രമായി നിലനിൽക്കുകയാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പ്രവാചക ജീവിതത്തിൽ ഒരു പുഴുക്കുത്തു പോലും നമുക്ക് കാണാൻ കഴിയില്ല. ഇസ്ലാം വിമർശകർ അവരുടെ എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ട് പോലും പ്രവാചക ജീവിതത്തെ ഇകഴ്ത്തുവാൻ, ആധികാരികമായി ഇകഴ്ത്തുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നേര്. അവർ ഇകഴ്ത്തുന്തോറും കൂടുതൽ പ്രശോഭിതമായി വരികയാണ് പ്രവാചകന്റെ ജീവിതം എന്നത്. ബുദ്ധിജീവികൾ, സമൂഹത്തിൽ ചിന്തിക്കുന്നവർ പ്രവാചക വ്യക്തിത്വത്തെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കുകയാണ്. ഇവിടെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഈ സന്ദേശം, അതിൻ്റെ പൊരുൾ നാം മനസ്സിലാക്കേണ്ടത്. ലോകാവസാനം വരെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കുമുള്ള മാതൃകയാണ് പ്രവാചകൻ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഏറ്റവും ഉന്നതമായ മൂല്യങ്ങൾ, സ്വഭാവങ്ങൾ സമൂഹത്തിലേക്ക് ജീവിതത്തിലൂടെ പ്രസരിപ്പിക്കാനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്.
പ്രവാചകൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഏറ്റവും ഉന്നതമായ മൂല്യങ്ങൾ സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കാനാണ്. അതുകൊണ്ടാണ് പ്രവാചകനോടൊപ്പം കൂടിയ ആർക്കും ദുഃഖിക്കേണ്ടി വന്നില്ല, വിഷമിക്കേണ്ടി വന്നില്ല, നിരാശരായി മടങ്ങിപ്പോകേണ്ടി വന്നില്ല. പ്രവാചകന്റെ അരികിലെത്തുന്നവർക്ക് സമാശ്വാസമേകി. ഏതു പ്രതിസന്ധി ഘട്ടങ്ങളുടെ ഇരുളിൽ അകപ്പെട്ടപ്പോഴും ആ ഗുഹയ്ക്കപ്പുറത്ത് പ്രതീക്ഷയുടെ ഒരു വെളിച്ചം പ്രവാചകൻ കാണിച്ചു കൊടുത്തു. തൻ്റെ അനുയായികളെ പലപ്പോഴും തിരുത്തി, പരുഷമായി പെരുമാറി ഈ ദീനിൽ നിന്ന് തന്നെ മനുഷ്യരെ അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന സ്വഭാവങ്ങൾ ഉണ്ടായപ്പോൾ അരുതെന്നു പറഞ്ഞു. നിരാശയോടുകൂടി പരീക്ഷണ പർവ്വങ്ങളിലൂടെ കടന്നു പോകുന്നതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പ്രവാചക സവിധത്തിലെത്തിയ ആളുകളോട് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും വലിയ വാക്കുകൾ പറഞ്ഞ് സമാശ്വസിപ്പിച്ചു. പ്രവാചകൻ ജീവിതത്തിൽ കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അനുയായികളെ ഭയപ്പെടുത്തിയില്ല, നെഗറ്റീവ് എനർജി പകർന്നു നൽകിയില്ല. അതാണ് പ്രവാചകന്റെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കുമൊക്കെ കാണാൻ കഴിയുന്നത്. പ്രവാചകൻ ഹൃദയങ്ങളോടാണ് സംവദിച്ചത്. പ്രവാചകൻ മനുഷ്യന്റെ കഴിവുകളെ പ്രചോദിപ്പിക്കുകയായിരുന്നു. പ്രവാചകൻ ജനമനസ്സുകളിൽ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും തിരികൊളുത്തി. നോക്കൂ, പ്രവാചകൻ പറഞ്ഞു, ബശ്ശിറു വലാ തുനഫിറു വയസ്സിറു വലാ തുഅസ്സിറു. നിങ്ങൾ എളുപ്പമാക്കുക. ആരാധനാകർമ്മങ്ങളും സ്വഭാവങ്ങളും ഇടപാടുകളും ഇടപഴകലുകളും ദുർഗ്രഹമാക്കരുത്. മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത സ്വഭാവം നിങ്ങളിൽ ഉണ്ടാവരുത്. ആരാധനകളായാൽ പോലും അത് വളരെ ലളിതമായിട്ടാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ ഓരോ ആരാധനയും നമ്മൾ സൂക്ഷ്മമായി വിശകലനം ചെയ്തു നോക്കുക. അതിനെ ദുർഗ്രഹമാക്കുന്നത്, എടുത്താൽ പൊങ്ങാത്തതാക്കുന്നത്, മുതുകിലെ ഭാരമാക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇസ്ലാം പഠിപ്പിച്ച ആരാധനകൾ വളരെ ലളിതമാണ്. മനുഷ്യനെ വിമലീകരിക്കുന്ന, മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന, മനുഷ്യനെ ആത്മീയമായി ഉയർത്തുന്ന ആരാധനകളെപ്പോലും മനുഷ്യൻ ദുർഗ്രഹമാക്കുന്നു എന്നുള്ളതാണ് മനുഷ്യർക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു പിഴവ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ എളുപ്പമാക്കുക. നിങ്ങളുടെ മുന്നിൽ വരുന്നവരോട്, നിങ്ങളോട് സഹവസിക്കുന്നവരോട്, നിങ്ങളുടെ ഇണകളോട്, നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ ചുറ്റുപാടുകളോട് ഒക്കെ നിങ്ങൾ ലളിതമായി പെരുമാറുക. കൃത്രിമമായ സ്വഭാവങ്ങൾ എടുത്തണിയാൻ പാടില്ല. മനുഷ്യൻ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കേണ്ടവനാണ്. പ്രകൃതിയിൽ ഒരിക്കലും തന്നെ കൃത്രിമത്വങ്ങളില്ല. ഈ കൃത്രിമത്വങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിൽ ഉണ്ടാവരുത്. നിങ്ങൾ ആളുകളെ വെറുപ്പിക്കാൻ പാടില്ല. നിങ്ങൾ എളുപ്പമാക്കി കൊടുക്കുക. ഒരിക്കലും പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. പ്രവാചകൻ അത് ജീവിതത്തിലൂടെ കാണിച്ചു തരികയായിരുന്നു. ആരാധനകൾ പ്രയാസപ്പെടുത്താനാണ് ഉള്ളത് എന്ന രൂപത്തിൽ, സംശയങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിൽ ചില പെരുമാറ്റങ്ങൾ ഉണ്ടായ സന്ദർഭത്തിൽ പ്രവാചകൻ തിരുത്തുകയാണ്. സംസാരത്തിൽ ചില പ്രയാസങ്ങൾ ആളുകൾക്കുണ്ടാക്കുന്ന സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രവാചകൻ തിരുത്തുകയാണ് ചെയ്യുന്നത്. സംശയങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിൽ ആളുകൾ വിചാരിക്കുമോ എന്ന് കരുതുന്നിടത്ത് പ്രവാചകൻ അത് വ്യക്തത വരുത്തുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരിക്കുകയാണ്. പ്രവാചകനെ സന്ദർശിച്ചുകൊണ്ട് ഭാര്യ സൊഫിയ ചെറിയ ഇരുളിൽ പുറത്തേക്ക് പോകുന്നു. രണ്ടാളുകൾ അത് കണ്ടു നിൽക്കുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചു, ഹാദിഹി സൊഫിയ, ഇതെന്റെ ഭാര്യ സൊഫിയയാണ്. അവർ ചോദിച്ചിട്ടില്ല ഇതാരാണ് പ്രവാചകനെ സന്ദർശിച്ചു പോകുന്നത്. പക്ഷെ പ്രവാചകൻ ഇവിടെ ഒരു ക്ലാരിറ്റി വരുത്തുകയാണ്. പ്രവാചകനെ സംശയിക്കാൻ ഇടവരരുത് എന്നുകൊണ്ട്. ഇവിടെയാണ് ഒരു പൊതുപ്രവർത്തകൻ, ഒരു ദഅ്വാ പ്രവർത്തകൻ, ഈ രംഗത്ത് സജീവമായി നിൽക്കുന്ന ആൾ, അവൻ ഉൾക്കൊള്ളേണ്ട വലിയ ഒരു പാഠമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സംശയത്തിന്റെ അടുത്തുകൂടി പോകാൻ പാടില്ല. വ്യക്തതയായിരിക്കണം ഒരു വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ അടയാളമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സമീപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരാശ ഒട്ടും ജീവിതത്തിൽ ഉണ്ടാവരുതെന്ന് പ്രവാചകൻ അനുയായികളെ ഉണർത്തി. എപ്പോഴും പ്രവാചകൻ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തു, യാ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. ജീവിതത്തിൽ അബദ്ധങ്ങൾ വന്നുപോയി, പിഴവുകൾ വന്നുപോയി, തെറ്റുകൾ വന്നുപോയി. ഒരിക്കലും നിരാശപ്പെടരുത്. ജീവിതം അവസാനിച്ചു പോയി, എനിക്ക് അള്ളാഹു പുറത്തു തരില്ല എന്നൊരിക്കലും ചിന്തിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് ഒരിക്കലും നിങ്ങൾ നിരാശരാവരുത്. പ്രവാചകൻ തന്റെ അനുയായികളെ നിരന്തരമായി ഉണർത്തിയ ഒരു വചനമാണ്. പലപ്പോഴും അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ എനിക്കിനി പുറത്തു തരില്ല, ഞാൻ അത്രത്തോളം പാപങ്ങൾ ചെയ്തു പോയി എന്ന് ചിന്തിച്ചുകൊണ്ട് മതത്തിന്റെ വൃത്തത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന എത്രയോ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും.
എന്നാൽ അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യത്തെക്കുറിച്ച് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ സ്വാഭാവികമായും പരീക്ഷണങ്ങൾ ഉണ്ടാകും. പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. പരീക്ഷണങ്ങൾ എന്നുള്ളത് നമ്മളെ സ്ഫുടം ചെയ്തെടുക്കുന്നതിനും നമ്മളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയുമാണ്. പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ പരീക്ഷണം ഉണ്ടാകുമ്പോൾ വിചാരിക്കുന്നത് അള്ളാഹു എന്നെ കൈവിട്ടു എന്നാണ്. അല്ല, ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു, പ്രവാചകന്മാരായ ഞങ്ങളാണ് ഈ ഭൂമുഖത്തെ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നവർ. പിന്നീട് അതിനോട് അടുത്ത ആളുകൾ, അഥവാ മനുഷ്യരുടെ വിശ്വാസത്തിന്റെ തോത് കൂടുന്തോറും കടുപ്പം കൂടുന്തോറും പരീക്ഷണങ്ങളും വർദ്ധിക്കുമെന്ന മെസ്സേജാണ് ലോകത്തിന്റെ പ്രവാചകൻ അനുയായികൾക്ക് പകർന്നു നൽകിയത്. ഞാനും നിങ്ങളുമൊക്കെ പരീക്ഷണങ്ങളുടെ ദുർബല ഘട്ടത്തിൽ അള്ളാഹു എന്താണ് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്, അള്ളാഹു എന്നെ കൈവിട്ടോ എന്ന് പോലും ചിന്തിച്ചുകൊണ്ട് ദുർബലതയിലേക്ക് നാം മറഞ്ഞിരിക്കാറുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പരീക്ഷണങ്ങൾ എന്നുള്ളത് നമ്മളെ സ്ഫുടം ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്കുള്ള റെഡ് സിഗ്നലുകളാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട്. അതിന് നമ്മളെ പ്രാപ്തമാക്കുകയാണ്, നമ്മുടെ മാനസികമായി നമ്മളെ ഉയർത്തുകയാണ് ചെയ്യുന്നത് പരീക്ഷണങ്ങളിലൂടെ. മാത്രമല്ല, ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർന്ന പദവി അള്ളാഹു നിങ്ങൾക്ക് കരുതി വെച്ചിട്ടുണ്ട്. എവിടെ? നാളെ പരലോകത്ത്. മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഉയർന്നൊരു പദവി കരുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് ആ ഉയർന്ന പദവിയിലേക്ക് എത്താനും കഴിയുന്നില്ല. എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ പരീക്ഷണങ്ങളിലൂടെ നിങ്ങളെ ആ ഉന്നതമായ പദവിയിലേക്ക് നാളെ പരലോകത്ത് ഉയർത്തുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ പരീക്ഷണങ്ങളിൽ അടിപതറി നിരാശരായി പ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാൻ, സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് ഉൾവലിയാൻ നമുക്കൊരിക്കലും കഴിയില്ല. ഇതാണ് ഒരു വിശ്വാസിക്ക് ഇതെല്ലാം നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജ്. നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അജബല്ലി അംരിൽ മുഅ്മിൻ ഇൻ അസാബതുഹു സറ ശകറ വ ഇൻ അസാബതുഹു ലറ സബറ. ഒരു മുഅ്മിനിന്റെ കാര്യം വളരെ അത്ഭുതകരമാണ്. കാരണം അവന് രണ്ട് പ്രതിഫലമാണ്. അവൻ എന്തെങ്കിലും സന്തോഷമുണ്ടാവുകയാണെങ്കിൽ അവൻ അള്ളാഹുവിന് നന്ദി കാണിക്കും. ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ ക്ഷമിക്കും. രണ്ടിനും അതിന് പ്രതിഫലമാണ് അവന് ലഭിക്കുന്നത് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ലോകത്തിന്റെ പ്രവാചകന്റെ വാക്കുകൾ വല്ലാത്ത പ്രചോദനം നൽകുന്ന വാക്കുകളാണ്. പ്രവാചകൻ പറഞ്ഞു, അൽ കലിമത്തു തയ്യിബത്തു സദഖ. നല്ല വാക്കുകൾ പറയുക എന്നുള്ളത് ദാനധർമ്മത്തിന് തുല്യമാണ്. എൻ്റെ മുന്നിൽ വരുന്ന, നിങ്ങളുടെ മുന്നിൽ വരുന്ന, നിങ്ങളുടെ ഓഫീസിൽ വരുന്ന, നിങ്ങളുടെ ജോലി സ്ഥലത്ത് വരുന്ന ആളുകളോട് മാന്യമായി പെരുമാറിയാൽ അതാണ് അവർക്ക് എന്തെങ്കിലും ദാനധർമ്മം നൽകുന്നതിനേക്കാൾ, അല്ലെങ്കിൽ അത്രത്തോളം പുണ്യമേറിയ കാര്യമാണ് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പലപ്പോഴും എനിക്കും നിങ്ങൾക്കുമൊക്കെ കഴിയാതെ വരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള കുടുംബ പ്രശ്നമോ, അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള സ്ട്രെസ്സോ, അതല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ആളുകളോട് മാന്യമല്ലാതെ നമ്മൾ പെരുമാറുന്നു, സംസാരിക്കുന്നു. അതിന്റെ ഫലമായി അയാളുടെ ഹൃദയത്തിൽ എന്തോ ഒരു മുറിവേറ്റുകൊണ്ട് അയാൾ തിരിച്ചു പോകുന്നു. പലപ്പോഴും ബന്ധങ്ങൾ മുറിയാനും നമ്മുടെ സൗഹൃദം തകരാനും ഇത്തരം പെരുമാറ്റങ്ങൾ കാരണമാകുന്നു. കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഇത് നിത്യേന സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെയാണ് പ്രവാചകന്റെ വാക്ക്, അൽ കലിമത്തു തയ്യിബ സദഖ. നല്ല വാക്കുകൾ പറയുക എന്നുള്ളത് ദാനധർമ്മമാണ് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു. പ്രവാചകൻ പുഞ്ചിരിച്ചു. പ്രവാചകന്റെ പുഞ്ചിരിയെ സംബന്ധിച്ച് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ എപ്പോഴും പുഞ്ചിരിച്ച ഒരാളായിട്ടാണ് പ്രവാചകനെ ഞാൻ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ പുഞ്ചിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല പ്രവാചകനെയല്ലാതെ. കാരണം ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും പ്രവാചകൻ ആ പുഞ്ചിരി കൊണ്ട് ആ മഞ്ഞുമലയെ ഉരുക്കിക്കളയുമായിരുന്നു. പ്രതിസന്ധിയുടെ വലിയ മലകളെ ഉരുക്കിക്കളയുവാൻ പ്രവാചകന്റെ ആ പുഞ്ചിരി കൊണ്ടും സമീപനം കൊണ്ടും സാധിക്കുമായിരുന്നു. ഇതൊക്കെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിത്യേന സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. പ്രതിസന്ധികൾ മല പോലെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും. കുടുംബ പ്രശ്നങ്ങളാവാം, ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളാവാം, നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളാവാം, മക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാവാം, നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളാവാം. പക്ഷേ അള്ളാഹുവിൻ്റെ ആ ദീൻ അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനെയെല്ലാം തന്നെ പുഷ്പം പോലെ അവന് മറികടക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതാണ് പ്രവാചകന്റെ വചനം. പുഞ്ചിരി പ്രവാചകന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് തന്നെ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയുന്നതാണ്.
മാത്രമല്ല പ്രവാചകൻ ആളുകളോട് സംസാരിച്ചിരുന്നത് വളരെ വ്യക്തമായിട്ടായിരുന്നു. നിഗൂഢതയുണ്ടായിരുന്നില്ല, ദുർഗ്രാഹ്യമായിരുന്നില്ല, ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഭാഷയിലായിരുന്നില്ല പ്രവാചകൻ സംസാരിച്ചിരുന്നത്. പ്രവാചകൻ തൻ്റെ അനുയായികളോട് സംവദിച്ചിരുന്നത് അവരുടെ ഭാഷയിലായിരുന്നു. പ്രവാചകന്റെ അടുക്കലേക്ക് ഈ ഗ്രാമീണ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരും. ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുടെ ഭാഷ സ്വാഭാവികമായിട്ടും പരുഷമായിട്ടായിരിക്കും അവർ പ്രവാചകനെ അഭിസംബോധന ചെയ്യുക. പ്രവാചകനോടൊപ്പം ഇരിക്കുന്ന ആളുകൾക്ക് അതിലൊരു അലോസരം ഉണ്ടാവും, വിഷമം ഉണ്ടാവും. എന്താണ് ഈ മനുഷ്യൻ ഒരു കൾച്ചർ ഇല്ലാതെ പ്രവാചകനോട് സംസാരിക്കുന്നത് എന്ന്. പ്രവാചകൻ പറയും, അവർ സംസാരിക്കട്ടെ. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, പ്രവാചകൻ പറയുന്ന വാക്കുകൾ നമുക്കിങ്ങനെ പെറുക്കിയെടുക്കാമായിരുന്നു എന്ന്. റിജാലുൻ ഹൗല റസൂൽ എന്ന് പറയുന്ന പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്. മഹാനായ പ്രവാചകനോടൊപ്പം സഹവസിച്ച സ്വഹാബാക്കളുടെ ജീവചരിത്രം കോറിയിട്ടിരിക്കുന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ നമുക്ക് കാണാൻ കഴിയും, പ്രവാചകനോടൊപ്പം സഹവസിച്ച സ്വഹാബാക്കൾ പ്രവാചകന്റെ മുന്നിൽ ഇരുന്നിരുന്ന രംഗം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷി നിങ്ങളുടെ തലയിലിരുന്നാൽ ആ പക്ഷി പാറിപ്പോകാതിരിക്കാൻ എന്തുമാത്രം ജാഗ്രത കാണിക്കുമോ അതിലേറെ ജാഗ്രത കാണിച്ചുകൊണ്ടായിരുന്നു പ്രവാചക സദസ്സിൽ സ്വഹാബാക്കൾ ഇരുന്നിരുന്നത്. പ്രവാചകന്റെ ഏതെങ്കിലും വാക്ക് എനിക്ക് മുറിഞ്ഞു പോകുമോ, കിട്ടാതെ വരുമോ എന്ന ഒരു ഉൾഭയത്തോടു കൂടിയായിരുന്നു പ്രവാചക സവിധത്തിൽ അവരിരുന്നിരുന്നത് എന്ന് അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അപ്പൊ നോക്കൂ, പ്രവാചകന്റെ വാക്കുകൾക്ക് അവർക്ക് എത്രമേൽ പ്രാധാന്യം നൽകിയിരുന്നു. പ്രവാചകന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു അവർ ആവാഹിച്ചെടുത്തിരുന്നത്. പ്രവാചകന്റെ ഏതെങ്കിലും ഒരു വാക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഉൾഭയത്തോടു കൂടി അവർ ഇരുന്നിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രവാചകന്റെ ആ സദസ്സിന്റെ ഗാംഭീര്യമാണ് ഞാനും നിങ്ങളുമൊക്കെ ഓർക്കേണ്ടത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ ഒരിക്കലും ഛിദ്രതയും ഭിന്നതയും ഉണ്ടാവാൻ ആഗ്രഹിച്ചില്ല. പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ സമീപനങ്ങളും സ്വാഭാവികമായിട്ടുണ്ടാകും. 100 ആളുകൾ കൂടുമ്പോൾ 100 സ്വഭാവമായിരിക്കും, 2 ആൾ കൂടുമ്പോൾ 2 സ്വഭാവമായിരിക്കും. കുടുംബത്തിലായാലും സമൂഹത്തിലായാലും പ്രസ്ഥാനത്തിലായാലും ഒക്കെ തന്നെയും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും സമീപനങ്ങളും ഉണ്ടാകും. മഹാനായ പ്രവാചകൻ പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബി അഫ്ളല മിൻ ദറജത്തി സിയാം വസ്സലാ വസ്സദഖ. പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾക്ക് നോമ്പിനേക്കാൾ, നമസ്കാരത്തെക്കാൾ, സ്വദഖയേക്കാളൊക്കെ ദറജ കൂടിയ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഇസ്ലാഹു ദാത്തിൽ ബൈൻ, രഞ്ജിപ്പുണ്ടാക്കുക. സമൂഹത്തിൽ കുഴപ്പവും ഛിദ്രതയും സമൂഹത്തിൽ വിതക്കുകയല്ല. കുഴപ്പവും ഛിദ്രതയും ഉണ്ടാകുമ്പോൾ രഞ്ജിപ്പുണ്ടാക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്നത് നിങ്ങളുടെ നമസ്കാരത്തെ പോലെ, നിങ്ങളുടെ സ്വദഖയെ പോലെ, നിങ്ങളുടെ ദാനധർമ്മങ്ങളെ പോലെ പ്രധാനമാണ് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ എത്രമേൽ പ്രചോദനമാണ് ആ വാക്കുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ യൂണിറ്റുകളെയും എല്ലാ ഘടകങ്ങളെയും ചേർത്തി നിർത്താൻ പറഞ്ഞു. നമ്മുടെ കുടുംബത്തോട് എങ്ങനെ പെരുമാറണമെന്ന് പ്രവാചകന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. പ്രവാചകൻ പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളിൽ ഏറ്റവും മാന്യം നിങ്ങളുടെ കുടുംബത്തോട് മാന്യമായി പെരുമാറുന്നവനാണ്. പൊതുസമൂഹത്തില് അല്ലെങ്കിൽ പൊതുയിടങ്ങളിൽ മാന്യമായി പെരുമാറുന്നതോടൊപ്പം അതിനേക്കാൾ നമ്മുടെ കുടുംബത്തോട് മാന്യമായി പെരുമാറുമ്പോഴാണ് നാം നമ്മുടെ ഐഡന്റിറ്റിയെ, നമ്മുടെ വ്യക്തിത്വത്തെ ഉയർത്തി കാണിക്കുന്നവനായി തീരുന്നത് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ അത് നമുക്കൊക്കെ നൽകുന്ന വെളിച്ചം എത്രയാണ് എന്ന് ആലോചിച്ചു നോക്കുക. ഞാൻ പറയുന്നത്, പ്രവാചകന്റെ വാക്കുകളും സമീപനങ്ങളും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. ഏതു പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് സഞ്ചരിക്കുവാൻ നമുക്ക് ഉൾബലം നൽകുന്ന, അകബലം നൽകുന്ന വചനങ്ങളാണ് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നോക്കൂ, പ്രവാചകൻ പറഞ്ഞു അനുയായികളോട്, ഇദാ സഅൽതുമുല്ലാഹ ഫസ്അലുൽ ഫിർദൗസ, ഇദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹു അൽ ഫിർദൗസ. നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ഫിർദൗസ് തന്നെ ചോദിക്കുക. സഹാബാക്കളോട് പ്രവാചകൻ പറയാം, നിങ്ങൾക്കൊന്നും കിട്ടൂല, നിങ്ങളുടെ പ്രവർത്തനം അത്ര പോരാ, അതുകൊണ്ട് നിങ്ങൾ ഫിർദൗസ് ഒന്നും ചോദിക്കേണ്ട, അതിന്റെ താഴെയുള്ള ചോദിച്ചാൽ മതി എന്നല്ല, ഏറ്റവും ഉന്നതമായത് തന്നെ നിങ്ങൾ ചോദിക്കുക. എന്തിനാണത്? അങ്ങനെ ഉന്നതമായത് ചോദിക്കുമ്പോഴാണ് ഉന്നതമായ പ്രവർത്തനങ്ങൾ മനുഷ്യരിൽ നിന്നുണ്ടാവുക. ഉന്നതമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയത്നങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവുക. പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ താൽക്കാലികമായ ലാഭങ്ങളും താൽക്കാലികമായ നേട്ടങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി ചെറു പ്ലാനുകൾ മാത്രമാണ് നമ്മുടെ ഭാഗത്തുണ്ടാവുക. എന്നാൽ വലിയ പ്ലാനുകൾ, വലിയ ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കണമെങ്കിൽ അതിനുള്ള പ്രയത്നം, കഠിനാധ്വാനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നുള്ള
വലിയൊരു മെസ്സേജ് കൂടി ഇതിൻ്റെ ആശയങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെ നിരന്തരമായി കേൾപ്പിച്ചിരുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിൽ നിങ്ങൾ തവക്കുലാക്കുക, നിങ്ങൾ പ്രവർത്തിക്കുക, അള്ളാഹുവിൽ തവക്കുലാക്കുക. ഒരു ദഅവ പ്രവർത്തകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ഇത്രയേറെ പ്രചോദനം നൽകുന്ന മറ്റു വാക്കെന്താണ്? നമ്മൾ പ്രവർത്തിക്കുക, ബാക്കി അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. ഇതാണ് ഒരു വിശ്വാസിക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ഇഷ്ടമുള്ളതുണ്ടായേക്കാം, ഉണ്ടായേക്കാം, നമുക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടായേക്കാം, എല്ലാം ഉണ്ടായേക്കാം. പക്ഷേ നാം പ്രവർത്തിക്കുക, നിഷ്കാമ പ്രവർത്തനത്തിന്റെ ഉടമയാവുക, നിഷ്കളങ്ക പ്രവർത്തനത്തിന്റെ ഉടമയാവുക, അത് ബാക്കി അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അങ്ങനെ ഭരമേൽപ്പിക്കുന്നവരാണ് നാളെ സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു വിഭാഗം ആളുകൾ എന്ന് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തരികയാണ്. യദ്ഖുലുൽ ജന്നത അഖ്വാമുൻ അഫ്ഇദതുഹും മിസ്ലു അഫ്ഇദത്തി ത്വയ്ർ. പ്രവാചകൻ പറഞ്ഞു, ഒരു വിഭാഗം ആളുകൾ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കും. അവരുടെ ഹൃദയം പക്ഷികളെപ്പോലെ നിർമ്മലമായ ഹൃദയത്തിന്റെ ഉടമകളാണ് നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുക. പക്ഷികളെപ്പോലെ നിർമ്മലമായ ഹൃദയം. എന്താ പക്ഷിയുടെ ഹൃദയത്തിന്റെ പ്രത്യേകത? പക്ഷികൾ ജാഗ്രതായിട്ടായിരിക്കും മരക്കൊമ്പുകളിൽ ഇരിക്കുക. വിഗഹ വീക്ഷണം, അല്ലെങ്കിൽ ഓരോ ദിക്കുകളിലേക്ക് അവയുടെ കണ്ണ് പായിച്ചു കൊണ്ടിരിക്കും. ആരെങ്കിലും കല്ലെടുത്തെറിയാനുണ്ടോ, ശത്രുക്കൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനെ ഒരു ജാഗ്രതയോടുകൂടിയാണ് ഒരു പക്ഷി മരക്കൊമ്പിൽ ഇരിക്കുക, എവിടെയും ഇരിക്കുക, പെട്ടെന്ന് പാറാൻ കഴിയുന്ന അവസ്ഥയിൽ. മാത്രമല്ല, പക്ഷികൾ ഭരമേൽപ്പിക്കുന്നത് പോലെ നിങ്ങൾ ഭരമേൽപ്പിക്കുക എന്ന് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു. പക്ഷികൾ ഭരമേൽപ്പിച്ച് കൂടുകളിൽ ഇരിക്കുകയല്ല, അവ നെൽപ്പാടങ്ങളിലേക്ക്, നെൽവയലുകളിലേക്ക് കാലത്ത് വയറൊട്ടിവിയായി പറന്നുപോയി വൈകുന്നേരം വയറ് നിറച്ച് കൂടുകളിലേക്ക് അവ തിരിച്ചു വരുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തവക്കുലാക്കി പള്ളിമൂലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പർണശാലയിലോ ഏതെങ്കിലും ദിക്കിലോ ഇരുന്ന് സമയം കളയുകയല്ല. മറിച്ച് അവൻ കഠിനാധ്വാനം ചെയ്യണം, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം, കഠിനാധ്വാനം ചെയ്യണം. ഇതാണ് പ്രവാചക വചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല, ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന മറ്റൊരു വചനം പഠിപ്പിച്ചു. പലപ്പോഴും എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയൊരു അബദ്ധമാണ് എടുത്തുചാട്ടം എന്നുള്ളത്, അവിവേകം എന്നുള്ളത്. പലപ്പോഴും നമ്മളെ അപകടത്തിൽ ആഴ്ത്തുന്നതും ഈ അവിവേകവും എടുത്തുചാട്ടവും തന്നെയാണ്. നമ്മുടെ ബന്ധങ്ങളെ ശിഥിലീകരിക്കുന്നത്, നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളെ ദുർബലീകരിക്കുന്നത്, നമ്മളെ തന്നെ ഇല്ലാതാക്കുന്നത് എടുത്തുചാട്ടങ്ങളാണ്. പ്രവാചകൻ പറഞ്ഞു, ഇന്ന ഫീക ഖസ്ലതൈനി യുഹിബ്ബുഹുമുല്ലാഹ് അൽ ഹിൽമു വൽ അനാത്ത്. മഹാനായ അഷജ് അബ്ദുൽ ഖൈസിനോട് പറയാം, നിന്നിൽ രണ്ട് സ്വഭാവം, എനിക്ക് ഇഷ്ടമുള്ള രണ്ട് സ്വഭാവമുണ്ട്. അതൊന്ന് പക്വതയും വിവേകവുമാണ്. നീ പക്വമായിട്ടാണ്, വിവേകമായിട്ടാണ് ഏത് കാര്യവും ഇടപെടുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത്. അതെനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് അബ്ദുൽ ഖൈസ് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ അവരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. നോക്കൂ, എനിക്കും നിങ്ങൾക്കും ഒക്കെ തന്നെയും വലിയ ഒരു ഉപദേശമായിട്ടാണ് പ്രവാചകന്റെ ഈ വചനത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്റെ വാക്കുകൾ എപ്പോഴും മിതത്വത്തിൻ്റെതായിരുന്നു. മിതത്വം എപ്പോഴും ഉയർന്നു നിൽക്കും, അതിന് സൗന്ദര്യമുണ്ടാകും. അതിരുകവിഞ്ഞ വാദങ്ങളും അതിരുകവിഞ്ഞ നിലപാടുകളും പലപ്പോഴും നമ്മളെ പരാജയത്തിലേക്കായിരിക്കും എത്തിക്കുക. പ്രവാചകൻ പറഞ്ഞു, ഇയ്യാകും വൽ ഗുലുവ ഫിദ്ദീൻ, മതത്തിൽ നിങ്ങൾ അതിരുകവിയുന്നത് സൂക്ഷിക്കുക. മതം എന്ന് പറയുന്നത് ലളിതമാണ്. മതത്തെ മനുഷ്യൻ വികൃതമാക്കി അതിനെ അതിരുകവിഞ്ഞുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ മതത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന എത്രയോ ആളുകളുണ്ട്. മതത്തെ ലളിതമായി കാണേണ്ടതിന് പകരം മതത്തെ എന്തോ ഒരു ഭീകരരൂപമാക്കി സമൂഹത്തിൽ അവതരിപ്പിക്കുക. മതമെന്ന് പറയുന്നത് പ്രവാചകൻ നമുക്ക് ജീവിതത്തിലൂടെ കാണിച്ചു തന്നൊരു കാര്യമാണ്. എന്നാൽ മതം ജീവിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ന് ആളുകൾക്ക് തോന്നിപ്പിക്കും വിധമുള്ള മതത്തിന്റെ മറവിൽ നിന്നുകൊണ്ടുള്ള കാട്ടിക്കൂട്ടലുകൾക്ക് ലോകത്തിന്റെ പ്രവാചകൻ ശക്തമായി എതിരാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ബുഖ്ലി വൽ ജുബൻ വലലഇദ് ദൈൻ വഖഹ്രി റിജാൽ. അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച വലിയ ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, നിന്നിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുകയാണ്. കടുത്ത വിഷമങ്ങളിൽ നിന്ന്, ഉത്കണ്ഠയിൽ നിന്ന്, അതുപോലെ തന്നെ ദുർബലതയിൽ നിന്ന്, ആലസ്യത്തിൽ നിന്ന്, അല്ലാഹുവേ ഭീരുത്വത്തിൽ നിന്ന്, പിശുക്കിൽ നിന്ന്, അതുപോലെ കടം കയറി വ്യക്തിത്വം നശിക്കുന്നതിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. ഏതൊരു പ്രാർത്ഥനയാണ് പ്രസക്തിയില്ലാത്തത്? ഭയപ്പെട്ട് ജീവിക്കുന്നവന് എന്ത് ജീവിതമാണുള്ളത്? ദുർബലനായി ജീവിക്കുന്നതിന് എങ്ങനെയാണ് ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നത്? ആലസ്യത്തിൽ മുച്ചൂടും മുഴുകിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ സൗന്ദര്യവും സൗരഭ്യവും ആസ്വദിക്കാനോ അനുഭവിക്കാനോ അവന് കഴിയില്ല.
ഒരാൾ ഭീരുവായി ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിന് അർത്ഥം എന്താണ്? അതുപോലെ പിശുക്കനായി ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിന് അർത്ഥം എന്താണ്? കടം കൊണ്ട ആളുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയാതെ, ആളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന, നമ്മുടെ വ്യക്തിത്വം തന്നെ പണയം വെക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഒരാളുടെ ജീവിതത്തിൽ എന്തുമാത്രം വലിയ മാനക്കേടാണ് എന്ന് ആലോചിച്ചു നോക്കുക. ഇതൊക്കെ തന്നെയും എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാനുള്ള വലിയ ശക്തി, അകബലം നൽകുന്ന വാക്കുകളാണ് എന്ന് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അൽ മുഅ്മിനുൽ ഖവി ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ലഈഫ്. ഒരു ദുർബലനായ വിശ്വാസിയേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം ശക്തനായ വിശ്വാസിയാണ്. ആരാധനയിലും ഇടപാടുകളിലും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെയും ഒരു മനുഷ്യൻ ഊർജ്ജസ്വലതയോടുകൂടി നിലനിൽക്കണമെന്നുള്ള ഒരു പ്രചോദനത്തിന്റെ വാക്കാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ദുർബലനായി നിൽക്കുക എന്നതൊരു വിശ്വാസിയുടെ സ്വഭാവമേ അല്ല. അവൻ ദുർബലനായി നിൽക്കേണ്ടവനല്ല, ഉൾവലിഞ്ഞു നിൽക്കേണ്ടവനല്ല. അവനാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമായിട്ട് ചെയ്ത് മുന്നോട്ട് വരേണ്ടവനാണ് അവൻ എന്നുള്ളതാണ് മഹാനായ പ്രവാചകന്റെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയ്യൽ ഗനിയ്യൽ ഖഫീ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ഒരു മുത്തഖിയായ ഒരു മനുഷ്യൻ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഒരാൾ. അതോടൊപ്പം തന്നെ അവന് ധന്യത, ജീവിതത്തിൽ ഒരു ധന്യനാണ് എന്ന രൂപത്തിൽ ജീവിക്കുക. ആളുകളുടെ മുന്നിൽ ഇല്ലായ്മ പറഞ്ഞ്, വല്ലായ്മ പറഞ്ഞ്, മുഷിപ്പ് പറഞ്ഞ് ആളുകളെ വിഷമിപ്പിക്കുന്നവനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം എന്ന് പറയുന്നത് ധന്യനാണ്, എനിക്ക് കഴിയും, അല്ലെങ്കിൽ എനിക്കുണ്ട് എന്നൊക്കെ ഒരു ആത്മവിശ്വാസത്തോടു കൂടി പറയുകയും ജീവിക്കുകയും ചെയ്യുന്നവരെയാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ലോകത്തിൻ്റെ പ്രവാചകന്റെ വാക്കുകൾ എന്നെയും നിന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു പ്രചോദനവും ശക്തിയും നൽകുന്നതാണ്. പോസിറ്റീവ് എനർജി നൽകുന്നവനാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് പറഞ്ഞ ആളുകളെ ഒരിക്കലും തന്നെ നാം നിരാശരാക്കരുത്. പ്രവാചകൻ പറഞ്ഞു, ഇദാ ഖാല റജുലു ഹലകൻ നാസു ഫഹുവ അഹ്ലകുഹും. ഒരു മനുഷ്യൻ പറയും എപ്പോഴും, ഒന്നും നടക്കുന്നില്ല, ഒന്നും നടക്കൂല, ഒരു പ്രവർത്തനവും നടക്കുന്നില്ല, ഒരു കാര്യവും നടക്കൂല. ഇങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളെ നമുക്ക് പ്രവർത്തന രംഗത്ത് കാണാൻ കഴിയും. ഇങ്ങനെ നിരാശ മാത്രം പങ്കുവെക്കുന്ന ആള് അവനായിരിക്കും ഏറ്റവും വലിയ നാശത്തിൽ ആദ്യം അകപ്പെടുന്ന വ്യക്തി എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ നമുക്ക് ജീവിതത്തിലൂടെ പ്രസരിപ്പിച്ചു തന്ന ആ വലിയ പോസിറ്റീവ് എനർജി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ വിമലീകരിക്കാൻ, വിശുദ്ധീകരിക്കാൻ, പ്രവാചക ജീവിതത്തിന്റെ ഈ പോസിറ്റീവ് വശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ ക്യാമ്പയിൻ കാരണമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക വഅബ്ദിക മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.